കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ചു തകർത്ത ശേഷം കടന്നു കളഞ്ഞ പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതി സജീവനെ തമിഴ്നാട്ടിൽ നിന്നാണ് പത്തനാപുരം പോലീസ് പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സജീവനെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത്. രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. രാജ്കുമാർ, ഈ സജീവനെ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയിരിക്കുന്നു, അതും വളരെ സാഹസികമായിട്ടല്ലേ? അതെ, ഇത് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനു മുമ്പും സജീവ് പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു. പിന്നീട് ഇയാൾ മറ്റു ചില മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇയാൾ സജീവമായിരുന്നതായി പറയുന്നു. ഏറ്റവും ഒടുവിൽ മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ പിടികൂടാനും ഇത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഇയാളുടെ ജീപ്പ് കൊണ്ട് ഈ പോലീസിന്റെ ജീപ്പിലേക്ക് 3 വട്ടം തുടർച്ചയായി ഇടിച്ചു. ഇതിനെ തുടർന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു. പിന്നീട് ഇയാൾ ഒളിവിൽ പോയി. അങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് സജീവനെ പോലീസ് പിടികൂടുന്നത്. ഇയാള് മുഖത്ത് ഈ മീശയും ഇയാളുടെ മുടിയും മീശയും താടിയും ഒക്കെ വെട്ടിയ ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് ഒരു വേഷം മാറി നടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പലപ്പോഴും പോലീസിനെ ഇയാൾ വെട്ടിച്ച് കടന്നിരുന്നു. എന്തായാലും സാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. പത്തനാപുരം CI ബിജു, അതുപോലെ SI ഷാനവാസ് എന്നിവരുടെ നേതൃത്വ സംഘമാണ് ഇയാളെ പിടികൂടിയത്. സജീവ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതായിരുന്നു ഇയാളെ. ഈ ആന്റണിയെ പോലെ തന്നെ ഇയാൾ തന്ത്രപരമായി മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും നാൾ പോലീസിന് ഇയാളെ ട്രേസ് ചെയ്യാൻ പറ്റാത്ത വിധം ഇയാൾ ഒളിവിലായിരുന്നു. പിന്നീടാണ് പോലീസ് ഇയാളെ കണ്ടെത്തുകയും അതൊരു കേരള പോലീസിന്റെ മിടുക്ക് തന്നെയാണ്. ഇങ്ങനെ ഇതുപോലെയുള്ള ഈ ചില വ്യക്തികൾ ഇത് ക്രിമിനലാണെന്നാണോ ഇയാളെ പറയേണ്ടുന്നത്, മറ്റെന്തെങ്കിലും ഭാഷയിൽ വിളിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഇയാൾ ഒരു മാഫിയ പോലെ തന്നെ ഈ പോലീസ് ജീപ്പിലേക്ക് 3 വട്ടം ഇയാളുടെ ജീപ്പ് കൊണ്ട് ഇടിപ്പിക്കുകയും അതിനുശേഷമാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇയാളൊരു ഗുണ്ട സംഘത്തിന്റെയൊക്കെ തലവനെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. സ്ഥിരം ഇത് തന്നെയാണ്, ഇതുപോലുള്ള പരിപാടികളാണല്ലേ? അതെ, ഇയാളുടെ ഇത് നേരത്തെയും ഇയാള് പോലീസുകാരെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു. അന്ന് ഈ ചില സംഘങ്ങൾ ഇയാളെ വീട് കയറി ഇയാളുടെ കൈയും കാലും അടിച്ചൊടിച്ച സംഭവങ്ങളുണ്ട്. ഇതുപോലെയുള്ള ഈ ക്രിമിനൽസും അതുപോലെ ചെറിയ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇയാൾ നേതൃത്വം കൊടുക്കുന്നതായിട്ടും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കേസിന്റെ ഹിസ്റ്ററി ഉള്ള ഒരാൾ കൂടിയാണ് ഈ പറയുന്ന സജീവൻ. ഈ മണൽക്കടത്തിന്റെ തടയാൻ ശ്രമിച്ച സമയത്താണോ പോലീസ് വാഹനത്തിന് നേരെ ഇയാൾ ആക്രമണം നടത്തിയത്? അത് ഇയാൾക്ക് ഇതുപോലുള്ള പാറ, മണൽ ഇങ്ങനെ തുടങ്ങി എന്തും ഇയാൾ ചെയ്യും. ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. ചോദ്യം ചെയ്താൽ ഇതുപോലെ ആയിരിക്കും ഇയാൾ പെരുമാറുക. ഒരു പോലീസിന്റെ ജീപ്പ് തന്നെ 3 വട്ടം ഇടിച്ച് തെറിപ്പിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്, സജീവിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അയാളുടെ മനസ്സിനകത്ത് നാട്ടുകാരുടെ മുന്നിൽ പോലീസിനെ ആക്രമിച്ച് ഒരു ഹീറോ ആവുക എന്ന് പറയുന്നതാണ്. ഇയാൾ മുമ്പും അതിന് ശ്രമിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ തിരിച്ച് അതേപോലെ അയാൾ നടപടിക്ക് വിധേയനായിട്ടുമുണ്ട്. ഇത് കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇയാൾ ഈ നിലയിലേക്ക് ഒന്ന് സാമ്പത്തികമായി വീണ്ടും ഇയാൾ മെച്ചപ്പെട്ടു. അതിനുശേഷം ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടക്കുന്നതും പിന്നീട് ഒളിവിൽ പോകുന്നതും. രാജ്കുമാർ, ഇവിടെ ഏറ്റവും പ്രധാനമായതും രാജ്കുമാർ പറഞ്ഞു, ഇയാൾ ഈ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാതെ, കാരണം ഈ സിഗ്നൽ കണ്ടുപോലും പോലീസ് വരരുത്, അല്ലെങ്കിൽ സൈബർ പോലീസിന് പോലും തന്നെ ട്രേസ് ചെയ്യാൻ പറ്റരുത് എന്ന വലിയ സൂക്ഷ്മതയുള്ളത് കൊണ്ടാണല്ലോ മൊബൈലൊന്നും ഉപയോഗിക്കാതെ ഇയാൾ ഒളിവിൽ പോയത്. എന്നിട്ടും പോലീസ് ഇയാൾ എങ്ങനെയാണ് ട്രാക്ക് ചെയ്തത്? എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്? ആ മികവ് എങ്ങനെയാണ് രാജ്കുമാർ? പോലീസ് പറഞ്ഞെന്താണ്? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ക്രിമിനൽ സൈക്കോളജി അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രതി ഒരു കുറ്റകൃത്യം ചെയ്താൽ എവിടെങ്കിലും അതിന്റെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കും. അത് കണ്ടെത്തുന്നതാണ് പോലീസിന്റെ ബുദ്ധികൂർമ്മത എന്ന് പറയുന്നത്. അതിവിടെ കേരള പോലീസ് അത് തെളിയിച്ചു. ഇയാൾ മറ്റ് സുഹൃത്തുക്കളെ, മറ്റുള്ളവരെയൊക്കെ ഇയാൾ പലപ്പോഴും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ മാറി നിന്നാണ് ഇയാൾ ഇതിന് ശ്രമിച്ചത്. തമിഴ്നാട് എവിടെ നിന്നാണ് ഇയാളെ പിടികൂടി എന്നുള്ള വിവരം പോലീസ് പറഞ്ഞിട്ടില്ല. അത് ഇനിയിപ്പോ ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ വ്യക്തമായി വരിക. ഇയാള് ഈ മാറി നിന്നുകൊണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ഈ ജില്ലയുടെ അതിർത്തിയായ ചെങ്കോട്ടയിൽ എത്തിയിട്ട് ഇയാൾ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് പിന്നീട് ഇയാൾ വിളിക്കുന്നത് തിരുനെൽവേലിയിലോ മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നാകും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറി. അതുകൊണ്ടാണ് ഞാൻ ആന്റണിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതേപോലെ പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഏതാണ്ട് 1.5-2-3 വർഷം ഇയാൾ ഒളിവിലായിരുന്നു. പിന്നീട് തുടർച്ചയായി പോലീസിന്റെ ഇതിന്റെ ഇയാൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല, ആരുമായിട്ട് യാതൊരു ബാധ്യതയില്ല. ഏതാണ്ട് 7-8 ഭാര്യമാര് ഈ ആന്റണിക്ക് ഉണ്ടായിരുന്നു. ഒരു ഭാര്യയെ പോലും ഇയാൾ വിളിച്ചതായിട്ടുള്ള ഒരു ഫോൺ ഹിസ്റ്ററി പോലുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തന്ത്രപരമായി കേരള പോലീസ് വിടാതെയുള്ള കേരള പോലീസിന്റെ ആ ഒരു അന്വേഷണത്തിലാണ് ആന്റണി പിടികൂടിയത്. അതേപോലെ തന്നെയാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്നു മുതൽ, കാര്യം പോലീസിന് ഒരു വാശിയുണ്ട്. പോലീസിന്റെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുക എന്ന് പറയുമ്പോൾ
ആ ലോ ആൻഡ് ഓർഡറിനെ ഇയാൾ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ക്രമസമാധാന നില തകർന്നു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കുകയും ഞാനാണ് പത്തനാപുരം ഭരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇയാളുടെ നീക്കം. പക്ഷേ നാട്ടുകാരിൽ ചിലർ ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചപ്പോഴാണ് ഇതൊരു ഭീകരത എല്ലാവർക്കും മനസ്സിലാവുന്നതും അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വലിയ വാശിയുണ്ടായിരുന്നു ഇയാളെ കണ്ടെത്തുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുൻപിലുണ്ട്. പോലീസ് വാഹനത്തെ അയാളുടെ താർ ജീപ്പ് കൊണ്ട് ഇടിച്ചിടുന്നതിന്റെ ദൃശ്യങ്ങൾ. ഏതായാലും സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത്. നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അയാൾ ആ രീതിയിൽ അവശനായിട്ടാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പത്തനാപുരം പോലീസ്. ഏതായാലും പോലീസിന്റെ ആ മികവ് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇയാൾ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. എന്നിട്ടും പോലീസ് അയാളെ വളരെ തന്ത്രപരമായിട്ട് കുടുക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് രാജ്കുമാർ നമുക്ക് നൽകിയത്. കേരള പോലീസിന്റെ മറ്റൊരു മികവാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്.